ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ. അതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അതിന് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 200 ഗ്രാം കേക്ക് മിക്സ് വേണം, മുട്ട വേണം, അതുപോലെ വെള്ളം വേണം, സൺഫ്ലവർ ഓയിൽ വേണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മുട്ടയുടെ വെള്ളയിലേക്ക് ഞാൻ 10 ml വെള്ളവും അതുപോലെ 10 ml സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മിക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ കടയിൽ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപ ആ റേഞ്ചിന് നമുക്ക് 4 കേക്കുകൾ ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ടാവും. അപ്പോൾ അതിന് 200 ഗ്രാം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 200 ഗ്രാം പൊടി എടുത്തിട്ട് നമ്മൾ അളന്ന് വെക്കുക. ഇത് മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എടുക്കുന്നത്. ഇതെടുത്തതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ചെടുത്തിട്ട് അതിൽ കട്ടകളൊന്നും ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. കട്ടകളുണ്ടെങ്കിൽ കേക്ക് നന്നാവില്ല. അപ്പോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നമുക്ക് നമ്മൾ ഈ അരിച്ചത് ഇടുന്നത് നമ്മൾ മുട്ടയിൽക്കായതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ഇനി മിക്സ് ചെയ്താൽ മതി. മറ്റേത് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ടും സ്ഥിരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു കുക്കറാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ആക്കുക. അതിന് ശേഷം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഈ കേക്കിൻ്റെ ഈ ബാറ്റർ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ബാറ്റർ കൺസിസ്റ്റൻസി നമ്മൾ കുറച്ച് ടൈറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കൺസിസ്റ്റൻസിലേക്ക് എത്തിക്കേണ്ടതാണ്. എന്നിട്ട് വേണം അതിൽ ഇളക്കി കൊടുക്കാൻ. ഓക്കെ, അതിന് ശേഷം ഈ കുക്കറിൻ്റെ മൂടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിസിൽ നമ്മൾ ഊരി വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ സിമ്മിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്താലും കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇത് റെഡി ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്രീം ഉറ്റി താഴെ വിടാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഫ്ലഫി കേക്ക് എന്ന് പറയുന്നത് ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കേക്കിൽ ഷുഗർ സിറപ്പ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് എന്ന് പറയുന്നത്. വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഡിസൈൻ അത്ര പോരാ. അതുപോലെ ഞാനൊരു ഹോം ബേക്കറല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.